السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: ينزل ربنا تبارك وتعالى كل ليلة إلى السماء الدنيا حين يبقى ثلث الليل الآخر فيقول: من يدعوني فأستجيب له ومن يسألني فأعطيه ومن يستغفرني فأغفر له. മുത്തഫഖ് അലൈഹി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളെ സംബന്ധിച്ചും സന്ദർഭങ്ങളെ സംബന്ധിച്ചുമാണ് സംസാരിച്ചു വന്നിരുന്നത്. അക്കൂട്ടത്തിൽ ഒഴിവാക്കാനാവാത്ത, അവഗണിച്ചാൽ ആ ഹദീസിനോട് കാണിക്കുന്ന അനീതിയായി മാറുന്ന ഏറ്റവും സവിശേഷമായൊരു ഹദീസാണ്. നമുക്കൊക്കെ സുപരിചിതമാണ്, പല ആളുകൾക്കും അറിയുകയും ചെയ്യാം. ആ രാത്രി പല കാരണങ്ങളാൽ സവിശേഷമായി തീരുന്നതിൽ ഈ ഹദീസിൽ ഏറ്റവും പരമപ്രധാനമായും അതിൻ്റെ സവിശേഷതയായി എടുത്തു കാണിക്കുന്നത് ഈ ലോകത്തിന്റെ സൃഷ്ടാവും ഉടമയുമായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ചോദ്യങ്ങളുമായി ഇങ്ങോട്ട് വരുന്ന ഒരു രംഗമാണ് ഈ ഹദീസിലുള്ളത്. വെണ്ണിൽ നിന്നും മണ്ണിലേക്കുള്ള റബ്ബിന്റെ ആ യാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: യൻസിലു റബ്ബുന, നമ്മുടെ റബ്ബ് ഒരാൾക്കും അവകാശവാദത്തിന് ഒരു തരിമ്പും അയോഗ്യത കൽപ്പിക്കാതെ എല്ലാവർക്കും യോഗ്യതയുള്ളവരായിട്ടാണ് അള്ളാഹുവിനെ പരിചയപ്പെടുന്നത്. എല്ലാവരുടെയും നമ്മുടെ റബ്ബ്, എൻ്റെ റബ്ബിനേക്കാൾ കുറച്ചുകൂടി ദൃഢതയുണ്ട്. യൻസിലു, അവൻ ഇറങ്ങി വരുന്നു. ഉലമാക്കൾ അതിനെ സംബന്ധിച്ച് പറയുന്നു, അതിന്റെ കൈഫിയത്തിനെ സംബന്ധിച്ച്, അതിന്റെ ഇസ്തിവാഇനെ സംബന്ധിച്ചൊന്നും മനുഷ്യൻ അവനവന്റെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച തഫ്സീറിലേക്കും പോകേണ്ടതില്ല. മറിച്ച് അത് ഈമാനിന്റെ വാജിബത്തായ ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞുവെങ്കിൽ അതിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ പ്രഥമമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത്. ആ ഇറക്കം കുല്ല ലൈലത്തിന് എല്ലാ ദിവസവും ഉണ്ട്. സാധാരണഗതിയിൽ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, റമദാന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞു പോയോ, ഇനിയില്ലല്ലോ, 365 ദിവസം ഇനി വേസ്റ്റ് ആവും. ഇല്ല, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുല്ല ലൈലത്തിൻ, എല്ലാ ദിവസവും ഉണ്ട്. ഇലസ്സമാഇ ദുനിയ, ഏറ്റവും അടുത്ത ആകാശത്തേക്ക് വരും. ഹീന യബ്ഖ സുലുസു അല്ലൈലിൽ ആഖിറു, രാത്രിയുടെ 1/3 അവശേഷിക്കുമ്പോൾ. ഫയഖൂലു, എന്നിട്ട് അള്ളാഹു ചോദിക്കാം. ആ ചോദ്യം നമ്മൾ ജീവിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം, മൻ യദ്ഉനി ഫഅസ്തജീബ ലഹു, ആരാണ് എന്നോട് ദുആ ചെയ്യുന്നത്, ഞാൻ അവന് ഉത്തരം നൽകാം. വമൻ യസ്അൽനി, ആരാണ് എന്നോട് ചോദിക്കാനുള്ള, ആരോടാണ് ചോദിക്കാൻ ബാക്കിയുള്ളത്? എല്ലാവരോടും ചോദിച്ചു. റബ്ബിനോട് മാത്രം ചോദിക്കാത്ത ആൾക്കാർ മോളെ കെട്ടിക്കാറുണ്ട്. ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ എവിടെ നിന്നെ കാണാനല്ലോ, ഞാനാകെ ബേജാറില്ല. അവിടെ പോയി ഇവിടെ പോയി. ലോറിസ്കരിക്കാണ്ടായിരുന്നോ? ഇല്ല. അസറുസ്കരിക്കാണ്ടായിരുന്നോ? ഇല്ല. മാരുസ്കരിക്കാണ്ടായിരുന്നോ? ഇല്ല. ഇതൊക്കെ ചെയ്തിട്ട് ആ റബ്ബിനോട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് മാത്രം ചെയ്തില്ല, ബാക്കിയെല്ലാം ചെയ്തു. അല്ലാഹു പറയാ, എന്നോട് ചോദിക്കൂ, ഞാൻ തരാം. വമൻ യസ്തഗ്ഫിറൂനി ഫഅഗ്ഫിർ ലഹു, മൂന്നാമത്തേതാ, എന്നോട് പാപം പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ ആ പാപമോചനവും ഞാൻ നൽകാം. അപ്പൊ 3 കാര്യങ്ങൾ. അതിന്റെ സമയം രാത്രിയിലെ 1/3 അവശേഷിക്കുമ്പോൾ, ദിവസമോ എല്ലാ ദിവസവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാനും ശാരീരികമായും മാനസികമായും ആ സമയം കണ്ടെത്തി റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നാം നീട്ടിയ കൈകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയാതെ ഇരു ലോകത്തും അതിന്റെ ഖൈറും ബറക്കത്തും നമ്മിൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ നമ്മുടെ പ്രയാസങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ പാകപ്പിഴവുകൾ അള്ളാഹു പരിഹരിച്ചു മാപ്പാക്കി ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ
അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു നമുക്ക് മരണം വരെ നിലനിർത്തുന്ന അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബാദികളെയും സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഹലാലായത് സമ്പാദിക്കാനും ഹറാമിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള തൗഫീഖും തഖ്വയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. നാളെ ജന്നാത്തുൽ നഈമിന്റെയും ജന്നാത്തുൽ ഫിർദൗസിന്റെയും ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.